ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദൗർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനെ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യസ്മിൻ സർവം യതഃ സർവം യസ്സർവം സർവദൃക്തഥാ സർവഭാവപദാതീതം ബോധാനന്ദം സ്മരാമ്യഹം. മാതൃപൂജ എന്ന ചടങ്ങ് വളരെ വ്യാപകമാവണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അത് അർഹിക്കുന്ന ഗൗരവത്തോടെ നിർവഹിക്കപ്പെടണം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു നിയമാവലിയൊക്കെ തയ്യാറാക്കി പ്രത്യേകം പങ്കുവെക്കാറുണ്ട്. ഇവിടെ മാതൃപൂജ വേണം എന്ന് പറഞ്ഞ സമയത്ത് എല്ലായിടത്തേക്കും പ്രചാരണം ഉണ്ടാവട്ടെ എന്നുള്ളതുകൊണ്ട് സ്വാമി ആവേശത്തിൽ അങ്ങോട്ട് സമ്മതിച്ചു. പിന്നെ അത് വേണ്ടത്ര അച്ചടക്കത്തോടെ ആവുമോ എന്ന സംശയമായി. ഇപ്പൊ വ്യവസ്ഥകളെ കുറിച്ചൊക്കെ എഴുതി അറിയിച്ചു. പിന്നെ ബന്ധപ്പെട്ടത് കൊല്ലത്തുള്ള ഒരു പ്രവർത്തകയാണ്. അപ്പൊ പാർവതിജിയായിട്ട് സംസാരിച്ചപ്പോൾ പാർവതിജി പറഞ്ഞു നന്നായിട്ട് നടക്കും. പിന്നെയാണ് ശ്രീജാജിയും ഇതിൽ ഇൻവോൾവ് ആണെന്ന് മനസ്സിലാക്കിയത്. അവർക്ക് നേരത്തെ മാതൃപൂജയിൽ പരിചയമുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് കാലവർഷം പതിവിന് മുമ്പ് തന്നെ വന്നു ചേർന്നു. അതൊരു ഗുരുതരമായ വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടാന്ന് വെക്കണോ എന്ന് അന്വേഷിക്കുകയുണ്ടായി. അപ്പം ഒട്ടും പിന്നോട്ട് പോവണ്ട എന്ന ഒരു സന്ദേശമാണ് കിട്ടിയത്. പ്രതികൂല കാലാവസ്ഥയിലും എത്തിച്ചേർന്നതിന് നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കട്ടെ. നിയമാവലിയിൽ ഒന്ന്, ചുറ്റുപാട് ബഹളങ്ങളൊന്നും ഉണ്ടാവരുത് എന്നാണ്. അതിപ്പോൾ ഇവിടെ നടക്കും തോന്നുന്നില്ല. കാരണം റോഡിന് തൊട്ടടുത്താണ്, വാഹനങ്ങളുടെ ശബ്ദം ഉണ്ടാവും. വേറൊരു പ്രശ്നം ഒരു കയറ്റവും കൂടിയാണ്. അപ്പോൾ കൂടുതൽ ബഹളം ഉണ്ടാവും. ഇപ്പം മാതൃപൂജ നിങ്ങൾ ഭാവനയിൽ കാണൂ. നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിലാണെങ്കിൽ എങ്ങനെയിരിക്കും? അപ്പം ഇന്ന് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം. ഒപ്പം ഇതിനിയും നമുക്ക് നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിൽ ഒരുക്കാൻ പറ്റുമെങ്കിൽ ആവർത്തിക്കാനും തീരുമാനിക്കണം തോന്നുന്നു. എന്താ അഭിപ്രായം? ഇനി നടന്നോട്ടെ. ഓക്കെ. അപ്പം ഇന്ന് നമുക്കത് പരിചയപ്പെടാം. മാതൃപൂജ എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു ചടങ്ങാണ്. ആ ഒരു ചടങ്ങ് പരിഗണിക്കുമ്പോൾ വളരെ ലളിതമാണ്.
ഇവിടെ എന്താ സംഭവിക്കുക? നിങ്ങളുടെ തന്നെ കുട്ടികൾ, അത് സ്വാമി പ്രത്യേകം നിഷ്കർഷിക്കാറുണ്ട്, പകരക്കാരൊന്നും വന്നിരിക്കില്ലല്ലോ അല്ലേ? ഓ, കുട്ടിയുടെ അമ്മയല്ല, അമ്മമ്മയാണ്, അമ്മായി അമ്മയാണ്, അങ്ങനെയൊന്നും ഇരിക്കില്ലല്ലോ അല്ലേ? ഉണ്ടോ? ഓ, അമ്മമാരാണ് ഇരിക്കുന്നത് അല്ലേ? ആ, സ്വാമി ആദ്യകാലത്ത് അത് അംഗീകരിക്കുകയായിരുന്നു, അനുവദിക്കുകയായിരുന്നു. പലപ്പോഴും സ്കൂളുകളിലാണ് മാതൃപൂജ ഉണ്ടാവുക. സ്വാമിക്ക് ഇത് ചിന്മയ മിഷന് കിട്ടിയതാണ് ഈ മാതൃപൂജ എന്നുള്ള പരിപാടി. അപ്പോൾ അവിടെ സംഘടിപ്പിക്കുന്ന സമയത്ത് അമ്മമാരുണ്ടാവില്ല, എല്ലാവരും എത്തിച്ചേരില്ല, അപ്പോൾ ടീച്ചർമാരങ്ങനെ ഇരിക്കും. പക്ഷെ പല സമയത്തും കുട്ടികൾക്ക് വേണ്ടത്ര ഒരു പരിഗണന കിട്ടാതെ വരുന്ന സമയത്ത് മറ്റു കുട്ടികളെ അമ്മമാരിൽ നിന്ന് അത് കിട്ടുന്നത് കാണുമ്പോൾ കുട്ടികൾക്കൊരു വേദന ഉണ്ടാവും. അപ്പം അതിനെ തുടർന്ന് ഇതിൽ കോംപ്രമൈസ് ചെയ്യണ്ട എന്നൊരു തീരുമാനം എടുത്തിരിക്കുക. കേട്ടില്ലേ? അപ്പം നിങ്ങളെല്ലാവരും അമ്മമാരാണ്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കും, എന്നിട്ട് നിങ്ങളെ പൂജിക്കും, അത്ര തന്നെയുണ്ട്. ഓക്കെ? ഈ പൂജയെ നമുക്ക് വളരെ ഭാവനാത്മകമാക്കണം. അതിനെല്ലാവരും മനസ്സിരുത്തുവോ? അതെങ്ങനെയാ? ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദി സൗണ്ട്സ് എന്നും കൂടി പറയട്ടെ. ചുറ്റുപാടും പല ബഹളം ഉണ്ടാവും, അതിനിടയിലും നിങ്ങളിത് ഭാവനാത്മകമാക്കണം. ഓക്കെ? അതാണ് സ്വാമിയുടെ ഒരു അഭ്യർത്ഥന. എന്തുകൊണ്ട് മാതൃപൂജ? അറിഞ്ഞോ അറിയാതെയോ വളരുന്ന കുട്ടികൾ പലതരത്തിലുള്ള വിലക്കുകൾ ഏറ്റുവാങ്ങാറുണ്ട്. ഈ വാക്യത്തിൽ തുടക്കത്തിൽ എന്താ സ്വാമി പറഞ്ഞത്? അറിഞ്ഞോ അറിയാതെയോ വിലക്കുകൾ ഏറ്റുവാങ്ങാറുണ്ട്. ഇവിടെ അറിയാതെയോ എന്ന് പറഞ്ഞത് കൊടുക്കുന്നവര് അറിയാതെയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഏറ്റുവാങ്ങിയ കാര്യം കുട്ടികളിലോട്ട് അറിയുന്നുമില്ല. കേട്ടില്ലേ? 12 വിലക്കുകളെ കുറിച്ച് പറയും. 12 വിലക്കുകൾ. വിലക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ചിലർക്ക് മലയാളം അത്ര പരിചയമില്ലാത്തൊരു പ്രശ്നം ഇന്ന് വ്യാപകമാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്നു. അതുകൊണ്ട് സ്വാമി ചിലപ്പോൾ ഇംഗ്ലീഷിലും കൂടി ഇങ്ങനെ സൂചിപ്പിക്കുക. ഇൻജങ്ഷൻ എന്നാണ് ഇംഗ്ലീഷിലുള്ള പ്രയോഗം. വിലക്ക് അല്ലെങ്കിൽ ഇൻജങ്ഷൻ. ഉദാഹരണം പറയാം. 12 വിലക്കുകളെ കുറിച്ചൊക്കെ വിസ്തരിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പൊ അതിന് സ്വാമി മുതിരുന്നില്ല. എന്താ വിലക്ക് എന്ന് പറഞ്ഞാൽ, ഒരു പരിപാടിക്ക് പോയാൽ ആളുകള് പിറകില് സീറ്റില് അത് തന്നെ ഒന്നുകൂടി പിറകോട്ട് വലിച്ചിട്ടിരിക്കുന്ന കാണാം. കേട്ടില്ലേ? അതിന് ചിലപ്പോഴൊക്കെ ചില ന്യായീകരണങ്ങൾ ഉണ്ടായിരിക്കും. അത് പരിഗണിക്കാവുന്ന ന്യായവും ആയിരിക്കും. അല്ല, മറ്റുള്ളവർ കേൾക്കട്ടെ, ഞാൻ ഇതിൻ്റെ സംഘാടക പക്ഷത്താണ്, അപ്പോൾ പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ പിറകിലിരിക്കുന്നു. ഇറ്റ്സ് ഓക്കെ. കേട്ടില്ലേ? പക്ഷേ പലരും എവിടെ ചെന്നാലും പിറകിലൊരു കസേരയിൽ അതും പിറകോട്ട് വലിച്ചിട്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ പിറകിലൊരു വിലക്കുണ്ടാവണം എന്നാണ്. ആ വിലക്കിന് എന്താ പറയുക? നീ പ്രാധാന്യമുള്ള വ്യക്തിയല്ല. കേട്ടില്ലേ? എന്ന ഒരു വിലക്ക് സ്വീകരിക്കപ്പെട്ടിരിക്കണം. സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയാ പറയുക? ഞാൻ പ്രാധാന്യമുള്ള വ്യക്തിയല്ല. അപ്പൊ സ്വന്തം പ്രാധാന്യത്തെ ഇകഴ്ത്തി കാണുന്ന, ഇടിച്ചു കാണുന്ന, താഴ്ത്തി കാണുന്ന ഒരു പ്രവണത, അത് വിലക്കിന്റെ ഉദാഹരണമാണ്.
സംഗതി മനസ്സിലായോ? ഐ ആം നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു പ്രസക്തിയുള്ള വ്യക്തിയല്ല. വിലക്കുകാരനാണ്. ഓക്കെ. ഒരു കുട്ടി ഈ വിക്സില്ലേ അതിങ്ങനെ കൈകൊണ്ട് തോണ്ടിയെടുത്തിട്ട് നാവിൽ പെരട്ടും ഇടയ്ക്കിടയ്ക്ക്. വേറെയും കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏതായാലും സ്വാമിയുടെ അടുത്തെത്തി. അപ്പൊ കൂട്ടത്തിലാണ് ഈ വിഷയവും കൂടി പറഞ്ഞത്. വിക്സ് കേട്ടപ്പോൾ പേടി തോന്നി. ഈ വിക്സ് സാധാരണ അകത്തേക്ക് കഴിക്കാനുള്ളതല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടാവില്ലേ. ഇയാൾക്ക് ടെൻഷനൊക്കെ. പൂജ തുടങ്ങിയതൊന്നും ഉണ്ടാവരുതേ പ്ലീസ്. ടെൻഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്യും. സ്വാമി ഇയാളുമായിട്ട് സംസാരിച്ചപ്പോ ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് മരിക്കണം തോന്നുന്നു അത്രേ. സ്വാമി പല കാര്യങ്ങളും അന്വേഷിച്ചു. സാധാരണ മരിക്കണമെന്ന തോന്നലുണ്ടാവുന്നത് ആർക്കൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതൊക്കെ വെച്ചിട്ടൊക്കെ ചോദ്യം ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രശ്നം പറയത്തക്കതായിട്ടില്ല. അപ്പൊ സ്വാമിക്ക് തോന്നിയ അച്ഛനോടും അമ്മയോടും സംസാരിക്കണം. അങ്ങനെ അമ്മയുമായിട്ട് സംസാരിച്ചു. അമ്മയായിട്ട് അന്വേഷിച്ചത് ഗർഭിണിയായിരിക്കുമ്പോഴുള്ള കാര്യങ്ങളും പ്രസവ സംബന്ധിയായിട്ട് ചിലപ്പോൾ ഈ സിസേറിയൻ ആണെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ പ്രീമെച്യൂർഡായിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ പറയും. അതൊക്കെ ചെക്ക് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ അതേ സ്വാമി ഇയാളെ ഗർഭത്തിൽ ധരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഒരു ട്രാൻസ്ഫറിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോ ഈ കുട്ടിയെ അബോർട്ട് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നു അത്രേ. മനസ്സിലായില്ലേ? എന്നിട്ട് കുടുംബക്കാരൊക്കെ ആയിട്ട് തീരുമാനിച്ചു. അങ്ങനെ അതിനുള്ള മരുന്നും കഴിക്കേണ്ടായി. പക്ഷേ അബോർഷൻ സംഭവിച്ചില്ല. അങ്ങനെ പ്രസവിച്ച കുട്ടിയാണ്. അപ്പൊ ഇയാൾക്ക് വിലക്ക് എവിടുന്ന് കിട്ടി? അമ്മ ഗർഭിണിയായിരിക്കുമ്പോ തന്നെ കുട്ടിക്ക് വിലക്ക് കിട്ടിക്കഴിഞ്ഞു. ആ വിലക്കിന്റെ പ്രകൃതം എന്താണ്? ഡോൺ ലിവ്, നീ ജീവിച്ചിരുന്നുകൂടാ. അപ്പൊ ഈ കുട്ടി ആലോചിക്കുന്ന, കുട്ടിയിലെ വളരെ അപക്വമായ മനസ്സ് എന്താ ആലോചിക്കുന്നത്? ഞാൻ ജീവിച്ചിരുന്ന അത് അമ്മയ്ക്ക് സങ്കടവും, ഞാൻ ജീവിച്ചിരുന്ന അത് അമ്മയ്ക്ക് സങ്കടവും, അതുകൊണ്ട് മരിക്കണം. സംഗതി മനസ്സിലായില്ലേ? വിലക്ക്. അപ്പൊ സ്വാമിക്ക് അറിയില്ല ഇതിപ്പോ എങ്ങനെയാ പരിഹരിക്കേണ്ടത്. പിന്നെ ഒരു പരീക്ഷണം നടത്തി. അത് വളരെ വിജയിച്ചു കിട്ടും. ഇതുപോലെ കൂട്ടായിട്ടാണ് സാധാരണ മാതൃപൂജ അറേഞ്ച് ചെയ്യുക. ഒറ്റയ്ക്ക് ഈ കുട്ടിയെ ഇരുത്തി എന്നിട്ട് അമ്മയെ പുഷ്പാർച്ചനയൊക്കെ ചെയ്യിച്ചു. അപ്പം അമ്മയോട് സ്വാമി നേരത്തെ തന്നെ സംസാരിച്ചു. ഈ കുട്ടിയെ വാരി പുണരുന്ന ഒരു കാര്യം. അപ്പം ആ നിലയിൽ രണ്ടുപേരും കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഈ കുട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കുട്ടിയാണ്, എൻ്റെ ജീവൻ്റെ ജീവനാണ് എന്നൊക്കെയുള്ള രീതിയിൽ അമ്മയെ കൊണ്ട് ചിന്തിപ്പിക്കുക. അതിനുള്ള നിർദ്ദേശങ്ങൾ ഇങ്ങനെ കൊടുത്തു. അവസാനം കെട്ടിപ്പുണർന്നു. അതോടുകൂടി ആ വിലക്ക് പരിഹൃതമായി എന്നുള്ളതാണ്. ഡോൺ ലിവ്. ഇതുപോലെ നമ്മുടെ കുട്ടികൾ ഏറ്റുവാങ്ങിയ വിലക്കുകൾ പലതും ഉണ്ട്. 12 പറഞ്ഞല്ലോ. ചാന്തുപൊട്ട് എന്നുള്ള, ചാന്തുപൊട്ടൽ ആണല്ലോ അല്ലേ ഒരു സിനിമ. അതില് നീ ഏത് സെക്സ് ആണോ അതാവാതിരിക്കട്ടെ എന്നുള്ള വിലക്കാണ്. ഡോൺ ബി ദി സെക്സ് യു ആർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആൺകുട്ടിയാണെങ്കിൽ ഞാൻ പെൺകുട്ടിയാണെന്ന് ചിന്തിക്കണം എന്ന വിലക്ക് കിട്ടും. ആൺകുട്ടിയാണെന്ന് ചിന്തിക്കരുത് എന്ന വിലക്ക് കിട്ടും. അതോടുകൂടി പെൺകുട്ടിയാണ് എന്നുള്ള മനസ്സിലായില്ലേ? തിരിച്ചും ഉണ്ടാവാറുണ്ട്. ഓക്കെ. ഇവരും പിന്നീട് ജീവിതത്തിൽ വലിയ സംഘർഷമൊക്കെ അനുഭവിച്ച് അവസാനം ഇങ്ങും എത്താതെയൊക്കെ ആയിപ്പോയി. വിലക്കിൻ്റെ കാര്യം
അച്ഛനും അമ്മയും പലപ്പോഴും ആലോചിക്കില്ല. അതായത് ആൺകുട്ടി വേണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ പിറന്നത് പെൺകുട്ടിയാണ്, അപ്പം അതിൻ്റെ മുടിയൊക്കെ വെട്ടിച്ച് അല്ലേ അങ്ങനെ അങ്ങോട്ട് വളർത്തി മോനെ എന്ന് വിളിക്കുകയും ചെയ്യും. ശരിക്ക് വലിയ കൺഫ്യൂഷനായി പോകും. മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെയുള്ള വിലക്കുകൾക്ക് എന്താ പരിഹാരം? മനഃശാസ്ത്രത്തിൽ അവർ പറയുന്നത് വിലക്കുകൾ പരിഹരിക്കാൻ പെർമിഷൻ കൊടുക്കണം എന്നാണ്. എന്ത് വേണം? പെർമിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുവാദം നൽകുക. ഇതാണ് അവർ പറയുന്ന പരിഹാരം, അനുവാദം നൽകുക. അതിൻ്റെ പ്രോസസ്സൊക്കെ ഉണ്ട്. സ്വാമി നമ്മുടെ ഇവിടുത്തെ ഒരു സമ്പ്രദായവും അവിടുത്തെ വിശകലന പാഠവും ഗ്രഹിച്ച് ഇത് സംയോജിപ്പിച്ച് നോക്കിയപ്പോൾ അനുവാദം നൽകുന്നതിനേക്കാൾ എത്രയോ ഫലവത്താണ് അനുഗ്രഹം ചൊരിയുന്നത്. മനസ്സിലായില്ലേ? അനുഗ്രഹത്തിന്റെ സവിശേഷത എന്താണ്? അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിലക്ക് മാറ്റാൻ മാത്രമല്ല, പിന്നെയോ എന്തൊക്കെ വിലക്കുണ്ടോ ഉളുക്കുണ്ടോ അതൊക്കെ അങ്ങോട്ട് തീർന്നു കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് മാതൃപൂജയെ കുറിച്ച് ഇതൊരു തെറാപ്പിയാണ്, സൈക്കോ തെറാപ്പിയാണ് എന്ന് പരിചയപ്പെടുത്താനാണ് സ്വാമിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇടപെടൽ, എൻ്റെ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഇരുവരുടെയും ഇടപെടൽ കുട്ടിക്ക് ഏതെങ്കിലും പ്രകാരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വളർച്ചയിൽ, വികാസത്തിൽ ഒക്കെ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹൃതമാകട്ടെ എന്നതാവണം നിങ്ങളുടെ പ്രാർത്ഥന. സന്ദേശം വ്യക്തമായോ? മനസ്സിലായോ? പറയൂ. കുട്ടികളെക്കുറിച്ച് ആശങ്ക പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ തന്നെയാണോ? പറയൂ, എന്താ ഇന്നത്തെ ഒരവസ്ഥ ഇല്ലേ എന്നിങ്ങനെ തോന്നുകയാണ്. ഇതിന് വിദ്യാഭ്യാസ സമ്പ്രദായം കുറേ ദൂഷ്യങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ ദുസ്വാധീനം വളരെയേറെയാണ്. പക്ഷെ അതൊന്നും നമുക്കങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം, അമ്മ നന്നായി മനസ്സിൽ തട്ടി അനുഗ്രഹിച്ചാൽ മതി, ഫലവത്താം. അതുകൊണ്ട് മാതൃപൂജ. വ്യക്തമായോ? ഇനി ഇതെന്താ എക്കോ ഉണ്ടോ? അതുകൊണ്ട് മാതൃപൂജ. ക്ലിയർ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? മാതൃപൂജ സമയത്ത് ഒന്നും ചെയ്യാതിരിക്കണം. പ്രയാസാവുമോ? സ്വാമി സംസാരിച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കേൾക്കണം. പരിഹാരം ഇല്ല അതിന്? ശരിയായോ? താങ്ക് യു. ഇല്ല, എപ്പോഴും കേൾക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാതിരിക്കണം. ഇപ്പോഴുണ്ട്. ഈ സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിന് വേണ്ടി മാറി നിൽക്കുന്നു. പ്രവർത്തകർ പെട്ടെന്ന് സീറ്റിംഗ് അറേഞ്ച് ചെയ്യട്ടെ. ആ സമയത്ത് മൗനമായിട്ടിരുന്നാൽ സന്തോഷവും. എനിക്കതൊന്നും ശീലമില്ല സ്വാമി. അങ്ങനെയാണോ? പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ വന്നില്ലേ എന്ന് ബഹളം വയ്ക്കാനൊക്കെ നമുക്ക് തോന്നും. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാമോ? പറയൂ. യെസ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് എണീറ്റ് കഴിഞ്ഞാൽ പൂജ കഴിയുന്നത് വരെ സംസാരിക്കില്ല എന്ന് തീരുമാനിക്കാം. ഓക്കെ, സംഘാടകർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് വന്നിരിക്കാൻ പറയുന്നു. അപ്പൊ സീറ്റുകളിൽ വന്നിരിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് താലത്തിലേക്ക് കാല് ഇറക്കി വെക്കണം മുന്നിൽ. റൈറ്റ്?
ബാഗൊക്കെ കസേരയുടെ അടിയിലേക്ക് വെച്ചേക്കണം. വിശേഷിച്ചും വാനിറ്റി ബാഗ്. ഓക്കെ, ചിലരൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്ന് കളയും. അങ്ങനെ തൊഴുത് പിടിച്ചിരിക്കുകയേ വേണ്ട. പിന്നെ എന്താ വേണ്ടത്? നന്നായി ശരീരഭാഗങ്ങളൊക്കെ അയച്ചിട്ടിരിക്കുകയാണ് വേണ്ടത്. കേൾക്കുന്നുണ്ടോ? കണ്ണടച്ചിരുന്നാൽ ബുദ്ധിമുട്ടാവുമോ? സ്വാമി ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരമ്മ പറഞ്ഞു പ്രയാസാമീന്ന്. നമ്മൾ ചെന്ത് പറ്റി, എനിക്ക് ഉറക്കം വരുന്നു. അപ്പം നമ്മൾ ഉറങ്ങിക്കോളാം. പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ ഊഹിക്കൂ. എന്താ കണ്ടീഷൻ? ഓ, ഉറങ്ങാം, ഉറങ്ങാൻ അനുവാദമുണ്ട്. എന്താ കണ്ടീഷൻ? ഓ, സൗണ്ട് സ്ലീപ്പ് ആവരുത്. സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിലാണ് പറഞ്ഞത്. സൗണ്ട് ഉണ്ടാക്കണ സ്ലീപ്പ് അതാ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പൂജയ്ക്ക് കണ്ണടച്ചിരിക്കും. എപ്പോഴാ കണ്ണ് തുറക്കുക? ശ്രദ്ധിച്ചു കേൾക്കണേ. എപ്പോഴാ കണ്ണ് തുറക്കുക? ഇനി അമ്മമാർ കണ്ണ് തുറന്ന് എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ കണ്ണ് തുറക്കേണ്ടത്. ഈ വാക്ക് ശ്രദ്ധിക്കണേ. സ്വാമി അറിയാതെ കണ്ണ് തുറക്കുന്ന കാര്യം പറഞ്ഞ ഉടനെ കണ്ണ് തുറന്ന് കളയരുത്. പിന്നെയോ എന്ത് പറയും? ഇനി അമ്മമാർ കണ്ണ് തുറന്ന്. അതാണ് സ്വിച്ച് വേർഡ്. ഇനി അമ്മമാർ കണ്ണ് തുറന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ണ് തുറക്കാം. അപ്പൊ തുറക്കണം. ഇല്ലെങ്കിൽ പിന്നെ സ്വാമി എണീറ്റ് വന്നിട്ട് അതേ തുറന്നോളൂ കേട്ടോ എന്ന് പറയേണ്ടി വരുമല്ലോ. വ്യക്തമായോ? കണ്ണടച്ചിരുന്നിട്ട് നിങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ മര്യാദയ്ക്ക് ചെയ്യൂ. ഓ, നല്ല മര്യാദയുള്ള കൂട്ടരാണ് തോന്നുന്നുണ്ടേ കാണുമ്പോൾ. അതാണ് സ്വാമി ഇങ്ങനെ ആവേശത്തിൽ പറയുന്നത്. ചെയ്യുമല്ലോ അല്ലേ? എന്താ ചെയ്യേണ്ടത്? സ്വന്തം അച്ഛനെയും അമ്മയെയും ആലോചിക്കാം. എന്താ ചെയ്യേണ്ടത്? സ്വന്തം അച്ഛനെയും അമ്മയെയും ആലോചിക്കാം. ഓക്കെ, എന്നിട്ട് അവരുടെ പാദങ്ങളിൽ നിങ്ങൾക്ക് പൂജ ചെയ്യാം. മാനസിക പൂജ. ഓക്കെ, സ്വന്തം അച്ഛനെയും അമ്മയെയും ആലോചിക്കുമ്പോൾ സങ്കടം വരാൻ സാധ്യതയുണ്ട്. അച്ഛനെയും അമ്മയെ ആലോചിക്കുമ്പോൾ സങ്കടം വരാൻ സാധ്യതയുണ്ട്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നുകിൽ അവർ ജീവിച്ചിരിപ്പില്ല എന്ന് വന്നാൽ സങ്കടം വരും. ഓക്കെ, രണ്ട്, ഇതൊരു നല്ല തമാശയാണ്. എന്താ അത്? എൻ്റെ അച്ഛന് എന്നോട് സ്നേഹമുണ്ടായിരുന്നില്ല. പിന്നെയോ ഒക്കെ ചേട്ടനോടായിരുന്നു, ചേച്ചിയോടായിരുന്നു, അനിയനോടായിരുന്നു, അനിയത്തിയോടായിരുന്നു. ആലോചിക്കുമ്പോൾ സങ്കടം വരും. അമ്മയ്ക്ക് പക്ഷപാതം ഉണ്ടായിരുന്നു, ആലോചിക്കുമ്പോൾ സങ്കടം വരും. കേട്ടില്ലേ? ഈ ആരോപണം പക്ഷേ നമ്മുടെ നേരെ നീണ്ടാൽ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. അതാണ് അതിലെ തമാശ. കുട്ടികൾ വന്നിട്ട് അല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ല, ചേട്ടനോടല്ലേ ഇഷ്ടം, ചേച്ചിയോടല്ലേ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുട്ടികളോട് എന്താ പറയുക? അങ്ങനെയൊന്നുമല്ല. ഒരമ്മയ്ക്ക് നമുക്ക് ഈ സങ്കടമുണ്ട്. ഈ സങ്കടം ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ കുട്ടികളോട് പറയും നിങ്ങൾ വലുതാവുമ്പോൾ മനസ്സിലാവും. ജന്മത്തിൽ മനസ്സിലാവാൻ പോണില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, ഒന്നിൽ കൂടുതൽ കുട്ടികളുള്ളവർക്കറിയാം നിങ്ങൾക്ക് എല്ലാ കുട്ടികളും ഒരുപോലെയാണ്. ശരിയല്ലേ? പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ ഈ കുട്ടികൾ കളിക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇടപെടില്ലേ, അപ്പം നടത്തുന്ന താരതമ്യങ്ങൾ, അതൊക്കെയാണ് പ്രശ്നമാകുന്നത്. ശരിക്കും കുട്ടികൾ തമ്മിൽ കലഹിക്കുന്ന സമയത്ത് നമ്മൾ ഇടപെടാൻ പാടില്ല. എത്ര നന്നായിട്ട് ഇടപെട്ടാലും ഒരാൾക്ക് തോന്നും മറ്റേ ആളുടെ പക്ഷമാണെന്നത്. നിഷ്പക്ഷത അവർക്ക് മനസ്സിലാവില്ല. ഓക്കെ, അങ്ങനെ കുറച്ച് വിഷയമുണ്ട്. പറഞ്ഞു വന്നത് നമുക്ക് സങ്കടം വരാൻ സാധ്യതയുണ്ട് എന്നാണ്.
സങ്കടം വന്നാൽ എന്താ ചെയ്യുക? കരയുക. കേട്ടില്ലേ? അപ്പൊ ഇവിടെ അച്ഛനെ അമ്മയെ ആലോചിച്ച് കണ്ണിൽ വെള്ളം വന്നാൽ അത് ഒരു അന്യായമല്ല. പൊതുവെ പൂജയിൽ കരയുന്നത് ശരിയല്ല എന്നുള്ള അങ്ങനെ ഒരു ചിന്തയുണ്ട്. മാതൃപൂജയിൽ അത് അനുവദിച്ചിരിക്കുന്നു. പ്ലീസ്. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് പ്രശ്നമുണ്ടായി. സ്വാമി സ്ട്രിക്റ്റ് ആയിട്ട് പറയും, പൂജയ്ക്ക് ഇരിക്കുന്നവരൊക്കെ നേരത്തെ ഈ സംസാരം കേട്ടിട്ട് വേണം പൂജയ്ക്ക് ഇരിക്കാൻ. കാരണം ഈ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കണമല്ലോ. ഒരിടത്ത് എന്ത് പറ്റിച്ചാൽ പൂജ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഒരമ്മ ഓടി വന്നത്. സംഘാടകർ അവരെ പിടിച്ചിരുത്തി. അവർക്ക് ഈ കണ്ണടച്ചിരിക്കേണ്ട കാര്യമൊന്നും അറിയില്ല. കേട്ടില്ലേ? അവര് പൂജ തുടങ്ങി. അപ്പൊ നോക്കുമ്പോൾ കുട്ടി പുഷ്പാർച്ചന ചെയ്യുന്നില്ല. അച്ഛൻ്റെ തനി സ്വഭാവം തന്നെ. പറഞ്ഞത് ചെയ്യുന്നില്ല. അങ്ങനെ അതിനെ കൊണ്ട് പൂവൊക്കെ ഇടിപ്പിച്ചു. എന്നിട്ട് അമ്മ ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ ഒരാളിരുന്ന് കരയും. ഉടനെ തട്ടി, അഴകൂടാതെ അഴകൂടാതെ. തമിഴായിരുന്നു. കരയാൻ പാടില്ല, അശുഭമായിരുന്നു. ഈ കഴിഞ്ഞ മാതൃപൂജയിലും സംഭവിച്ചു. അത് പക്ഷേ പൂജയ്ക്ക് വന്നവരല്ല. അവര് എന്തോ ഒരു ദിവ്യതയുണ്ടോ സ്വാമിക്ക് അറിയില്ല. എന്തായാലും അവരിങ്ങനെ വന്ന് പ്രത്യേക പ്രകാരത്തിൽ ഇങ്ങനെ നമസ്കാരമൊക്കെ അർപ്പിച്ച് എല്ലാവരുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നു. അപ്പോൾ ഒരാളിങ്ങനെ കരയുണ്ടായിരുന്നു. ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടപെടുന്നത് കണ്ടു. പിന്നെ സ്വാമി പോട്ടേന്ന് വിചാരിച്ചു. ഇപ്പൊ മാതൃപൂജയിൽ നിങ്ങൾക്ക് അച്ഛനെ അമ്മയെ ആലോചിച്ചിട്ട് സങ്കടം വരുന്നുണ്ടെങ്കിൽ അത് തടഞ്ഞു വെക്കേണ്ട കാര്യമില്ല. അതിന് അനുവാദമുണ്ട്. ക്ലിയർ? അപ്പൊ എന്ത് ചെയ്യണം? അച്ഛനെ അമ്മയെ ആലോചിക്കുക. ചിലപ്പോൾ നമുക്ക് അവരെ ചൊല്ലി വലിയ സങ്കടം ഉണ്ടെങ്കിൽ അത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ അവസരം. മനസ്സിലായില്ലേ? അമ്മ പറഞ്ഞ ഒരു വാക്ക് ചിലപ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മയുടെ ഒരു ചെയ്തി നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കുക. എന്താ പറയുന്നത്? എൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഇത് ഉപകാരം ചെയ്യാത്തത് കൊണ്ട് അമ്മയെ ഞാനിത് അമ്മയുടെ കാലിൽ സമർപ്പിക്കുന്നു, അച്ഛൻ്റെ കാലിൽ സമർപ്പിക്കുന്നു. കേട്ടില്ലേ? എനിക്ക് അമ്മയുടെ അനുഗ്രഹം വേണം. ഇതാണ് നിങ്ങൾ പൂജാ സമയത്ത് ചെയ്യേണ്ടത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? അപ്പോൾ അച്ഛനെ അമ്മയെ ആലോചിച്ച് അവർ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ആലോചിച്ചെടുക്കാം. ഓക്കെ? അതുപോലെ അവരെന്തെങ്കിലുമൊക്കെ നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് സമർപ്പിക്കാം. ഇത്രയും വ്യക്തമായോ? പറയൂ. ഇനി അച്ഛനും അമ്മയ്ക്കും പരിമിതിയുണ്ട്. അവരും മനുഷ്യരാണ്. മാനുഷികമായ പരിഗണനകൾ അവർക്കുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ആലോചിക്കണം എന്നറിയാമോ? അച്ഛനൊരച്ഛനുണ്ട്, അമ്മയ്ക്കൊരമ്മയുണ്ട്. അവർക്ക് അച്ഛനും അമ്മയുണ്ടായിരുന്നു. ഇങ്ങനെ പോയി 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 നമ്മൾ എവിടെ എത്തും? ജഗതീശ്വരൻ, ജഗദമ്മ. അവിടുന്ന് ആരംഭിച്ചത്. കേട്ടില്ലേ? അങ്ങനെ ഈശ്വരനെയും അമ്മയെയും ജഗദമ്മയെയും ആലോചിക്കുക. അവിടെ നിന്ന് ഒഴുകിയെത്തുന്ന അനുഗ്രഹം അച്ഛനിലൂടെയും അമ്മയിലൂടെയും നമ്മൾ സ്വീകരിക്കുന്നു. അത് നമ്മൾ കുട്ടിയെ കൊടുക്കും. ഇത് വ്യക്തമായോ? പറയൂ. ഇപ്പൊ കണ്ണടച്ച് നിവർന്നിരുന്ന് അച്ഛനും അമ്മയ്ക്കും പൂജ അർപ്പിച്ച ശേഷം സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കുക. അനുഗ്രഹങ്ങളൊക്കെ ഓർത്തെടുക്കുക. അവരെ നന്നായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് സ്വീകരിക്കുക. പിന്നെയോ ജഗതീശ്വരനെയും ജഗദമ്പയെയും ആലോചിച്ച് സമ്പൂർണ്ണ അനുഗ്രഹം ഒഴുകിയെത്തുന്നതായിട്ട് ഭാവനയിൽ കണ്ട് കുട്ടികൾക്ക് അത് കൊടുക്കാൻ തയ്യാറാണ്. ഓക്കെ? അപ്പോഴേക്ക് കുട്ടികൾ പൂജ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിനിടയ്ക്ക് സ്വാമി അവരോട് അമ്മയുടെ മടിയിലേക്ക് തലചായ്ക്കൂ എന്ന് പറയും. അപ്പൊ വെറുതെ അമ്മമാരെടുത്ത് കൈയെടുത്ത് തലയിൽ വെക്കാനൊക്കെ നോക്കും. അതൊന്നും നിങ്ങൾ ചെയ്യണ്ട. ശ്രദ്ധിക്കുന്നുണ്ടോ? അമ്മയുടെ മടിയിലേക്ക് തല വയ്ക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൈയെടുത്ത് ആ സമയത്ത് താലോലിക്കണ്ട. അപ്പൊ നിങ്ങൾ നിശ്ചേഷ്ടമായിട്ടിരുന്നാൽ മതി. നിങ്ങളുടെ ജോലി തുടരും. മനസ്സിലായില്ലേ?
നിങ്ങൾ എപ്പോഴാണ് ആക്ട് ചെയ്യേണ്ടത്, എപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത്? എന്താ വാക്യം? ഇനി അമ്മമാർ കണ്ണു തുറന്ന് കുട്ടികളെ സ്വീകരിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ സ്വീകരിക്കാം, ചുംബിക്കാം, ബാക്കിയൊക്കെ ആവാം. ഓക്കെ. അതുപോലെ കുട്ടികളെ മടിയിലിരുത്തിയിട്ട് മധുരം കൊടുക്കാൻ പറയും. മധുരം വളരെ ചെറിയ മധുരമാണല്ലോ അല്ലേ വെച്ചത്, നിർദ്ദേശത്തിൽ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ വലിയൊരു അപകടം എന്താ വെച്ചാൽ കുട്ടികൾ ഇത് തിന്നലിലായി പോകും, എല്ലാ ശ്രദ്ധയും പൂജയുടെ ഇതൊക്കെ അങ്ങോട്ട് പോയി പ്രസാദത്തിലായിപ്പോയി. അങ്ങനെ സങ്കടം ഉണ്ടാവരുത്. ചെറിയ മധുരം, ഓക്കെ, അത് വായി കൊടുക്കുക. പെട്ടെന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയാം മധുരത്തിൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെ. ക്ലിയർ? വേറൊരു നിർദ്ദേശവും സ്വാമി അഡീഷണലായിട്ട് കൂട്ടിച്ചേർത്തു പോകെ. അതെന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇരുന്ന് കുട്ടികൾ നിങ്ങളെ പൂജിച്ചതോടുകൂടി നിങ്ങളുടെ മാതൃത്വം ഉണർന്നു, നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെയൊക്കെ ആലോചിച്ച് അനുഗ്രഹീതരായി. ഇത് സ്വന്തം കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ലഭ്യമായിക്കോട്ടെ എന്ന് സ്വാമി തീരുമാനിക്കും. കേട്ടില്ലേ? കുറേ കാലമായിട്ട് ഈ നിർദ്ദേശം കൊടുക്കുന്നത് ഫലവത്താവാറില്ല. ഇപ്പം മാറ്റം വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ സ്വാമിക്ക് നിങ്ങളിലും നല്ല പ്രതീക്ഷയുണ്ട്. ഈ നിർദ്ദേശം നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്യും. പ്രതീക്ഷിക്കാമോ? എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇനി എല്ലാവരും അതാത് സീറ്റുകളിൽ നിന്ന് എണീക്കൂ എന്ന് സ്വാമി പറയുമ്പോൾ ശരിക്കും അവിടെ എണീക്കണം. എന്നിട്ട് എല്ലായിടത്തേക്കും ചെല്ലൂ എന്നാണ് നിർദ്ദേശം. കേട്ടില്ലേ? അപ്പം മറ്റു കുട്ടികളുടെ അടുത്തേക്കും ചെല്ലണം, മറ്റു അമ്മമാരുടെ അടുത്തേക്കും ചെല്ലണം, ഇവിടെ വന്നു ചേർന്നിട്ടുള്ള രക്ഷിതാക്കളുടെ അടുത്തേക്കും ചെല്ലണം. കേട്ടില്ലേ? എന്നിട്ട് നമ്മളെക്കാൾ പ്രായമുള്ളവരുടെ കാല് തൊട്ട് നമസ്കരിക്കാം, സമപ്രായക്കാരെ കെട്ടിപ്പിടിക്കാം. കേട്ടില്ലേ? സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പാലിക്കേണ്ടുന്ന സാംസ്കാരിക അച്ചടക്കം പക്ഷേ പാലിക്കുക തന്നെ വേണം. ഓക്കെ. സമപ്രായക്കാർ സ്ത്രീജനങ്ങൾ തമ്മിലാവുമ്പോൾ സങ്കോചമൊന്നും വേണ്ട, നന്നായിട്ട് ആലിംഗനം ചെയ്യും. കേട്ടില്ലേ? അനുഗ്രഹം വാങ്ങിച്ചും ആലിംഗനം ചെയ്തും കുട്ടികളെ എല്ലാവരെയും അനുഗ്രഹിച്ചും അങ്ങനെ കുറച്ചു നേരം സ്വാമി സമയം അനുവദിക്കുന്നുണ്ട്. അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തും എല്ലാവരും. പറയൂ. ഇപ്പം കുറച്ച് മാതൃപൂജകളിൽ അത് ഭംഗിയാവുന്നത് കാണുന്നുണ്ട്. അപ്പം അത് മാറ്റം വന്നു തുടങ്ങിയെന്നാണ്. നിങ്ങൾ മാതൃക കാണിക്കാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരുന്നിട്ടായിരിക്കും പൂജ അവസാനിപ്പിക്കുക. ഓക്കെ. അപ്പം ഇങ്ങനെ ഈ ഒരു മാതൃപൂജ ചെയ്യുന്നതിലൂടെ ജഗദംബയുടെ, ജഗത് പിതാവിൻ്റെ അനുഗ്രഹാശിസ്സുകളാണ് നാം വളരുന്ന തലമുറയിലേക്ക് വർഷിക്കുന്നത്. അത് അത്യന്തം ഗംഭീരമാവട്ടെ എന്നാണ് പ്രാർത്ഥന. എല്ലാവരും കൂടി ഇത് ഗംഭീരമാക്കൂ. സ്വാമി ഒരു ദീർഘ പ്രഭാഷണം കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നതിനെ കുറിച്ച്, കുട്ടികളെ വളർത്തുക എന്നൊരു പ്രയോഗമുണ്ട്, അത് തെറ്റായ പ്രയോഗമാണെന്നാണ് സ്വാമിയുടെ പക്ഷം. ശരിയാണോ? കുട്ടികളെ വളർത്തുക എന്നുള്ള പ്രയോഗം ശരിയാണോ? വേഗം പറയൂ. ആണ് അല്ല? ആണെന്ന് അഭിപ്രായമുള്ളവർ കൈവന്തിക്കും. കുട്ടികളെ വളർത്തുക എന്നുള്ള പ്രയോഗം ശരിയാണെന്ന് അഭിപ്രായമുള്ളവർ ആരുമില്ല. തെറ്റാണ്, ശരിയാണെന്ന് അഭിപ്രായമുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. അത് ശരിയല്ല എന്ന അഭിപ്രായമുണ്ട്. ശരിയല്ല എന്നാണ് സ്വാമിയുടെ പക്ഷം. നിങ്ങളുടെ അഭിപ്രായം എന്താ? ശരിയല്ല എന്നുള്ളതിൻ്റെ അറിയില്ലേ? അത് അറിയുമെന്നാണ് ചോദിക്കുന്നത്. വ്യക്തമാക്കണം, അല്ലാതെ സ്വാമിയെ വിടില്ല. കുട്ടികളെ വളർത്തേണ്ട കാര്യമില്ല. അവര് വളർന്നോളൂ. കോഴിക്കോടും പാലക്കാടായിട്ട് മാറി മാറി. അപ്പൊ വേണ്ടത് എന്തേ ഉള്ളൂ? ഇടപെടലാണ് വേണ്ടത്. ആയുർവേദ ഡോക്ടറാണ്. ഇടപെടൽ പഴക്കരുത്. അനുശ്രീ ഇന്ന് 2 കുട്ടികളുടെ അമ്മ. കേട്ടില്ലേ? യുക്തമായ രീതിയിൽ ഇടപെടാൻ കഴിയണം. ഇതാണ് കാര്യം. അതിനെക്കുറിച്ച് സ്വാമിക്ക് മണിക്കൂറുകളോളം സംസാരിക്കാനുണ്ട്. പക്ഷെ ഇന്ന് സ്വാമി അതിനു വേണ്ടി ഉദ്യമിക്കുന്നില്ല. ഓക്കെ. ഒന്ന് സമയം വൈകുമ്പോൾ പൂജയുടെ ആ ഒരു ഇത്
ഭംഗിയാവാതെ പോകുമോ എന്ന് ആശങ്കയുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് വേഗം പൂജയിലേക്ക് പ്രവേശിക്കാൻ തോന്നും. പൂജ ഭംഗിയായിട്ട് നിർവഹിക്കാം. അതിനുശേഷം മറ്റൊരു അവസരത്തിൽ ഇത് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നതിനെ കുറിച്ച് ഒരു ചർച്ച സംവാദമാവാം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു പരിപാടി അതിനു വേണ്ടി മാത്രം ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് വേഗം തിയറിക്ക് പകരം പ്രാക്ടിക്കൽസിലേക്ക് കേട്ടില്ലേ പോകാമെന്ന് വിചാരിക്കും. ഇവര് കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ടാവും. ഇപ്പൊ കൂട്ടത്തിൽ ഇല്ലേ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ മോളില്, നമ്മുടെ ഇവര് സംസാരിച്ചിട്ടുണ്ടല്ലോ അല്ലേ. കുട്ടികളോട് നിങ്ങളുടെ ചെവിയിൽ ഒരു നമ്മൾ പ്രതിജ്ഞ പോലെയൊക്കെ ഒരു കാര്യം നിങ്ങളുടെ ചെവിയിൽ പറയാൻ പറയും. ചിലപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവില്ല. ചിലർ മനസ്സിലാക്കിയിട്ട് പറഞ്ഞത് പാലിക്കുന്നത് കാണാനായിട്ട്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അവരെ അനുഗ്രഹിക്കണം. കേട്ടില്ലേ? പിന്നെ ഇന്ന് തന്നെ പോയിട്ട് ചെവിയിലൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞിട്ട് എന്താ എന്ന് ദയവ് ഇത് ചോദ്യം ചെയ്യരുത്. അത് വിട്ടേക്കും. പക്ഷെ അനുഗ്രഹിക്കുമ്പോൾ നന്നായിട്ട് അനുഗ്രഹിച്ചോളൂ. അത് തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചോളൂ. നടപ്പിലാവുമല്ലോ എന്നല്ല അറിയില്ല, അത് വിട്ടേക്കും. പലരുടെ ജീവിതത്തിൽ ഇത് വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് സ്വാമിക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിയത്. ഓക്കെ, അതുപോലെ കുട്ടികളെ ശരിക്കും അടിയിൽ ഇരുത്ത് തന്നെ വേണം. ഒരു തുഞ്ചത്തിങ്ങനെ വെച്ച് അങ്ങനെ ആവരുത്. ശരിക്കും ആ വാത്സല്യം മുഴുവൻ ചൊരിയും പോലെ കുറച്ച് വലിയ കുട്ടികളാണെങ്കിലും അത് വൃത്തിയായിട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ചടങ്ങും എല്ലാവരുടെ അടുത്തേക്കും പോകാം. ചിലയിടത്തൊക്കെ പൂജയ്ക്ക് അമ്മ വന്നിട്ടില്ല, അങ്ങനെ കുട്ടികൾ വന്നിരിക്കുന്നുണ്ടാവുകയും എന്നാൽ ഈ അമ്മമാരൊന്ന് പോയിട്ട് ആ കുട്ടികളെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ അവർക്ക് എത്ര ഉപകാരവും ചെയ്യില്ല. അപ്പം അങ്ങനെ ആവാതിരിക്കട്ടെ. നമുക്ക് നമ്മുടെ ഈ സ്നേഹവാത്സല്യം എല്ലാവരിലേക്കും ചൊരിയാം, അനുഗ്രഹം എല്ലാവരിലേക്കും ചൊരിയാം, ഏറ്റുവാങ്ങുകയും ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് പൂജയിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ അഭിമുഖമായിട്ട് കസേരയിട്ടിട്ടാണ് ഇരിക്കുക. 2 കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടത്ര സ്ഥലം അനുവദിച്ചുകൊണ്ട് ഇടണം. ഒന്ന് അജിത്ത് ശ്രദ്ധിക്കില്ല. അമ്മമാർ എണീറ്റ് നിങ്ങൾ എന്ത് പാലിക്കുന്നതാണ് തീരുമാനിച്ചത്? മൗനം. കേട്ടില്ലേ? അപ്പം ഇപ്പോൾ പരസ്പരം കണ്ടു കഴിഞ്ഞാൽ ഒന്നും പറയുകയും കേൾക്കുകയും ചെയ്യണ്ട. അഥവാ ആരെങ്കിലും അറിയാതെ വന്നാണ് ഓക്കെ. പൂജ ഗംഭീരമാകട്ടെ, മാതൃത്വം ശരിക്കും പൂജിക്കപ്പെടട്ടെ, ആദരിക്കപ്പെടട്ടെ. അങ്ങനെ നിങ്ങൾ ചൊരിയുന്ന അനുഗ്രഹം കേവലം നിങ്ങളുടെ കുട്ടികൾക്ക് മാത്രമല്ല, ഈ മാതൃപൂജ നടത്തുന്നതോടെ നാടിന് മുഴുവൻ അതൊരു ഉപകാരമാവണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഓക്കെ, യെസ്.